ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വണ്ണവും മാറിടവും വയറുള്ളവർക്ക് തുണി ഒട്ടും നൈറ്റി തയ്ക്കാൻ തയ്ക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തയ്ക്കാനുള്ള ഒരു 4XL നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ്. കട്ടിങ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ബോക്സിലിടാം കട്ടിങ് വീഡിയോ കേട്ടോ. അപ്പോൾ നെക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതായത് 6 ഇഞ്ച് കഴുത്തിൻ്റെ ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത്, ബാക്ക് നെക്ക് 5.5 ഇഞ്ച്, കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അതേ യോക്ക് സെപ്പറേറ്റ് പ്ലീറ്റഡ് നൈറ്റിയാണ്. യോക്ക് വേറെ കളർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കും ഫ്രണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാലൻസ് തുണിയിൽ നിന്നും കുറച്ച് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ തുണിയിൽ നിന്നും നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ ഫ്രണ്ട് പ്ലെയിനാണ് യോക്ക് കേട്ടോ. എന്നിട്ട് കഴുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ യോക്ക് മാറ്റിയ ശേഷം ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. നമുക്ക് പ്ലെയിനായിട്ടുള്ള യോക്ക് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. രണ്ട് പീസ് തുണിയാണ് ഇരിക്കുന്നത് കേട്ടോ. അടിയിലൊരു തുണി കൂടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് സൈഡ് ഇരിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ട് പീസാണ്. അതായത് നമ്മുടെ നെക്കിൻ്റെ താഴെ രണ്ട് സൈഡായിട്ട് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പീസ് നമുക്ക് അറിയത്തില്ല കണ്ടോ. ഇനി നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് മടക്കി അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ശരിക്കും പറയുന്നത് ഇങ്ങനെയാണ് വരേണ്ടത്. മടക്കി അടിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ നോക്കിക്കുക, ഈ രീതിയിലാണ് നമുക്ക് വരിക. കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കും. പക്ഷേ ഇത് ഈ രീതിയിൽ നമുക്കിത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് നമുക്ക് ക്രോസ് പീസ് എടുക്കുക. ഈ ഒരു പീസ് തുണിയിൽ കണ്ടോ ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വെച്ച് ഇത്രയും ഭാഗം ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ അടിച്ച ശേഷം അടിച്ചിട്ടുണ്ട്. ഇതിനെ നേരെ ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. ഇതൊരു ഡിസൈൻ ഓപ്ഷണലാണ്. ഇത് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമുക്ക് വേറെ കളർ പ്രിൻറ്റ് തുണിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വേണ്ട. നമുക്ക് നേരെ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. അപ്പോൾ അമിതമായ വണ്ണമുള്ളവർക്ക് 3XL നൈറ്റിയിൽ നമുക്ക് 4XL നൈറ്റി കിട്ടില്ല. കാരണം 3 മീറ്റർ തുണിയിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ യോക്ക് ഇതാണ് യോക്ക് വരുന്നത്. അപ്പോൾ കട്ടിങ് വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ലാസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച ശേഷം അതൊന്ന് ആ ഷേപ്പിനനുസരിച്ചൊന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്ലെയിൻ തുണിയായിട്ട് അറിയില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടല്ലോ, അടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ക്രോസ് പീസ് വെച്ചിട്ട് നെക്കൊന്ന് തയ്ച്ചെടുക്കാം. ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സാധാരണ നൈറ്റിക്ക് എങ്ങനെയാണ് നെക്കടിക്കുക അതേപോലെ തന്നെ, അതായത് അതിൻ്റെ നല്ല വശം ഇങ്ങനെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ വെച്ച് ചെയ്ത് ഉള്ളിലോട്ട് മറിച്ചിടുക. സാധാരണ നൈറ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ്. മനസ്സിലായുള്ള സംഭവം എന്താണെന്നുള്ളത്? അപ്പോൾ ഞാൻ അത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് സ്കേർട്ടിൻ്റെ പോർഷൻ പ്ലീറ്റ് വെക്കണം. കണ്ടോ? പ്ലീറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പകുതി ആം ഹോള് നമ്മുടെ താഴെയുള്ള തുണിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെക്കണം. കണ്ടോ? ആം ഹോളിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് കുറച്ച് പ്ലീറ്റുകളും വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട്, അതായത് നമ്മുടെ യോക്കിൻ്റെ ആം ഹോളിൻ്റെ പകുതി ഭാഗവും സ്കേർട്ടിൻ്റെ ആം ഹോളിൻ്റെ പകുതി വരുന്ന ഭാഗവും കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ആദ്യം കുറച്ചൊന്ന് അടിക്കുക. എന്നിട്ട് യോക്കിൻ്റെ സെൻറ്ററും ആ ഒരു പ്ലീറ്റ് വരുന്ന തുണിയുടെ സെൻറ്റർ വശവും കറക്റ്റാക്കി വെച്ച ശേഷം എക്സ്ട്രാ എത്ര വരുന്നോ ഇത് കണ്ടോ സെൻറ്റർ വെച്ചിട്ട് നടുക്കാണ് പ്ലീറ്റ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പ്ലീറ്റ് കൊടുക്കുക. ചിലവർ ആദ്യം പ്ലീറ്റ് ഇട്ടിട്ട് പിന്നെ യോക്ക് വെച്ചടിക്കും. അതെനിക്ക് എത്ര കൈവശമില്ല. കാരണം ഒന്നില്ലെങ്കിൽ പ്ലീറ്റ് കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞ് തികയാതെ വരും. പിന്നെ അത് അഴിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഇടണം. അതിനെക്കാട്ടും ബെസ്റ്റ് ഇതാണ് എൻ്റെ ഒരു ഓപ്ഷനിൽ. അപ്പോൾ എത്രയൊക്കെ വയറ് കൂടുതലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം.
ഇതിപ്പോൾ പറഞ്ഞാൽ 2.90 നൈറ്റി ബിറ്റാണ്. അതിൽ നമ്മൾ യോക്ക് മാത്രം കുറച്ച് വേറൊരു തുണിയിൽ ചെയ്യേണ്ട. അപ്പോൾ എന്താവും, ലെങ്ത്തും കിട്ടും, സ്ലീവിനൊക്കെ നല്ലോണം തുണി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ നടുക്ക് ചുരുക്കം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കണ്ട. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പെരുന്നാളൊക്കെയാണ്, എല്ലാവരും ഇതൊക്കെ ഒന്ന് അടിച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കണം. ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തയ്ക്കുന്ന ബാക്ക് നെക്കിലും ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് ഒന്ന് ക്രോസ് പീസ് വെച്ച് അടിക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബാക്കിലും പ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ യോക്കിനോട് ചേർത്ത് മറ്റേ പ്ലീറ്റ് വെക്കുന്ന തുണി വെച്ച് അടിച്ച് പ്ലീറ്റ് കൊടുക്കണം കേട്ടോ. ഇത് ചെയ്ത പോലെ തന്നെ മറ്റതും ചെയ്തെടുക്കുക. ഇപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? അതെ, നോക്കിക്കേ, ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിറയെ ചുരുക്കമുണ്ട് നടുക്ക്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ഇപ്പം നടുക്ക് കഴുത്തിൻ്റെ അവിടെ ശരിക്കൊരു ബ്ലാങ്ക് പോലെ ഉണ്ട് അല്ലേ, നമ്മൾ മടക്കി അടിച്ചത്. അപ്പോൾ അത് മറയ്ക്കാനായിട്ട് ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിറച്ച് ചുരുക്കമുണ്ട്, കണ്ടല്ലോ നടുക്ക്. അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് തുണി തന്നെ നമ്മൾ ഒന്ന് വള്ളി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കഴുത്തിൻ്റെ അവിടെ ഒന്ന് അടിക്കാം. പിന്നെ ഞാൻ നടുക്ക് ഒരു നൈറ്റിക്ക് സാധാരണ കൊടുക്കുന്ന നോട്ടുണ്ടല്ലോ, അതുകൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ തുണിയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇത് നൈറ്റി തുണിയാണ്. പ്ലെയിൻ തുണി എന്ന് പറഞ്ഞാലും പ്ലെയിൻ നൈറ്റി ബിറ്റ് തുണിയാണത്. ഓക്കെ, അല്ലാതെ വേറെ ലൈനിങ് തുണികളൊന്നും അല്ല. ഉണ്ട്. ഇതിന് ശേഷം ഞാൻ ബാക്കിൽ ഈ രീതിയിലായിരിക്കും വരിക. ബാക്കിൽ നമ്മൾ ഷോൾഡറെല്ലാം ജോയിൻ ചെയ്ത് സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നിറച്ച് ചുരുക്കം വരുന്നുണ്ട്. പകുതി ആം ഹോള് പ്ലീറ്റ് വരുന്ന തുണിയിലാണ് വരുന്നത്, കണ്ടില്ലേ? ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിന് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് സ്ലീവ് തയ്ച്ചു കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതേ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതിൽ നമുക്ക് എപ്പോഴും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ രണ്ട് സൈഡും കൂട്ടിയടിക്കുകയാണ് ചെയ്യേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടരുത്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. നൈറ്റി തുണി ഒരിക്കലും പിരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ അതിനുശേഷം അടിയൊന്ന് മടക്കി അടിച്ച് കൊണ്ടുവരണ്ടേ. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ആര് കണ്ടാലും അത് മേളത്തെ തുണി ഒരു പ്ലെയിൻ തുണിയാണെന്ന് പറയില്ല. ആ ഒരു ഫൈനൽ ലുക്കിലാണ് അതിൻ്റെ ആ വർക്ക് കറക്റ്റായിട്ട്. നടുക്ക് ഞാനൊരു നോട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നിറച്ച് പ്ലീറ്റും വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 4XL നൈറ്റിയാണ്. അതുപോലെ തന്നെ കൈ വണ്ണമുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഇടാം. കാരണം അതിന് മാത്രം വലിയ സൈസാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടതേ, ലെങ്ത്തും ഉണ്ട്. കൈൻ്റെ വണ്ണം കണ്ടോ, കൈക്ക് നല്ല നീളമുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 8.5 ഇഞ്ചോളം നീളമുണ്ട് സ്ലീവിന്. സ്ലീവ് ലെങ്ത്തിന് അത്രയും നീളമുണ്ട്. കൈവണ്ണം ഉണ്ട്, ചിലവർക്ക് കൈവണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് 4XL നൈറ്റി നമ്മൾ 3 മീറ്റർ 290 മീറ്റർ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്